ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIOSൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ഒരു ചാപ്റ്ററാണ് എടുത്തത്. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും വരുന്ന രണ്ടാമത്തെ സെഷനാണ് എടുക്കുന്നത്. 14 മാർക്കിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണിത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് വർക്ക്, എനർജി ആൻഡ് പവർ. ഇതിൽ നമുക്ക് 3 ടോപ്പിക്സാണ് മെയിൻലി പഠിക്കാനുള്ളത്. ഒന്ന് വർക്ക്, രണ്ടാമത്തത് എനർജി, മൂന്നാമത്തത് പവർ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് വേർഡ് എന്താ വരുന്നത്? വർക്ക്. എന്താണ് വർക്ക്? The work done by a force is the product of the magnitude of a force component in the direction of the displacement and displacement of object. വർക്ക് എന്താണ്? ഒരു ഫോഴ്സ് മൂലം നമുക്കുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റും പിന്നെ നമ്മൾ കൊടുത്ത ഫോഴ്സ് കൊടുത്തിട്ട് ഒരു വസ്തുവിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തിയാണ് നമ്മൾ എന്ത് പറയുക? വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോഡി, ഇവിടെയുള്ള ഒരു ബോഡി മറ്റൊരു സൈഡിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നീക്കി കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. If force F is acting at angle theta with respect to displacement S of the object, ആ ഒബ്ജക്റ്റിന് നമ്മൾ കൊടുത്ത ഫോഴ്സും ആ ഒബ്ജക്റ്റും തമ്മിൽ തീറ്റ എന്ന ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറ് പിടിച്ച് വലിക്കൂല. ഇപ്പോൾ നിലത്തൊരു എന്തുണ്ട്, ഒരു ടയറൊക്കെ ഉള്ള ഒരു പലക കഷ്ണം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിൽ നമ്മൾ ചാക്കൊക്കെ കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ വലിക്കുകയാണ്. അതിലൊരു കയറ് കെട്ടിയിട്ട് ആ കയറാണ് നമ്മൾ വലിക്കുന്നത്. സോ ആ കയറിൻ്റെ അതും പിന്നെ നമ്മൾ തമ്മിലുള്ള ആംഗിൾ അത് തീറ്റ എന്നും പിന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എത്ര ദൂരം വലിച്ചു കൊണ്ടുപോയി അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് എന്തായിരിക്കും? FS cos തീറ്റ. F.S ആണ് വരിക. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താ എടുക്കുക? കോസ് തീറ്റ. ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ സൈൻ തീറ്റ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സിൽ വരുന്നതാണ്. സോ നമ്മൾക്ക് വർക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കാം? F cos തീറ്റ ഓർ FS cos തീറ്റ ഓർ F.S. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് വർക്കിന് കൊടുക്കാം. നമുക്ക് വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ്, നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഡിറൈവ് ചെയ്യാം. എങ്ങനെയാണ് വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് വർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു F ഈക്വൽ ടു MA. MA മാസ് ഇൻറ്റു ആക്സിലറേഷനാണ് ഫോഴ്സ്. അത് നമ്മളിവിടെ കൊടുത്തു. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇതെന്താ? ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് മുതൽ ഫൈനൽ സ്റ്റേറ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ മാസിൻ്റെ യൂണിറ്റ് എന്താ? M. ആക്സിലറേഷനോ ലെങ്ത് ഇൻറ്റു ടൈമാണ് ആക്സിലറേഷൻ വരുന്നത്. ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈമാണ് ആക്സിലറേഷൻ. സോ നമുക്ക് LT⁻². LT⁻² ആണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ L, ലെങ്ത്. സോ നമ്മളിത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ ML²T⁻² എന്നാണ് വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല കിട്ടുന്നത്. മേ ബി എക്സാമിന് ചോദിക്കാം ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ എഴുതി കൊടുത്താൽ മതി.
ഈ വർക്കിൻ്റെ യൂണിറ്റ് അറിയണം, SI യൂണിറ്റ്. എന്താണ് വർക്കിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ. ജൂളാണ് വർക്കിൻ്റെ SI യൂണിറ്റ് വരുന്നത്. ഒരു കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 3.6 × 10⁶ ജൂളിനെയാണ് ഒരു കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. അതായത് ഒരു കിലോ വാട്ട് ഹവർ എന്തിന് ഈക്വലാണ്? 3.6 × 10⁶ ജൂളിന് ഈക്വലാണ്. നമുക്ക് 3 ടൈപ്സ് ഓഫ് വർക്ക് പഠിക്കാനുണ്ട്. പോസിറ്റീവ് വർക്കും, നെഗറ്റീവ് വർക്കും, സീറോ വർക്കും. അങ്ങനെ 3 ടൈപ്പ് വർക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് വർക്ക് എന്താണെന്ന് നോക്കാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് വർക്ക് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ചെയർ മുന്നോട്ട് തള്ളുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് എവിടേക്കാണ് കൊടുക്കുന്നത്? മുന്നോട്ട് കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? മുന്നോട്ട് തന്നെ നീങ്ങും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് വർക്ക്. അങ്ങനെ ചെയ്യുന്ന വർക്കാണ് പോസിറ്റീവ് വർക്ക്. നമ്മളുടെ കൊടുക്കുന്ന ഫോഴ്സും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് വർക്ക്. അതിൻ്റെ ആംഗിൾ എന്താ? θ 0 ≤ 90. 0ക്കും 90ക്കും ഇടയിലായിരിക്കും അതിൻ്റെ ആംഗിൾ വരുന്നത്. പിന്നെ നമ്മൾ കോസ് തീറ്റൻ്റെ അവിടെ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ വർക്ക് എന്താവും? FS, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ പോസിറ്റീവ് വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഫേവർ ദി മോഷൻ ഓഫ് ദി ബോഡി. ബോഡിയുടെ മോഷന് വേണ്ടിയിട്ട് ഫേവർ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്കിനി നെഗറ്റീവ് വർക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് നെഗറ്റീവ് വർക്ക്? ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് കൊടുക്കുന്നതാണ് നെഗറ്റീവ് വർക്കിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെയിറ്റുള്ള ഒരു ബോഡി താഴേക്ക് ഇറക്കണം. സോ നമ്മൾ അതിന് എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുക? നമ്മൾ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന് താഴേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറിൽ ഒരു ചാക്കോ എന്തെങ്കിലുമൊക്കെ താഴേക്ക് ഇറക്കുകയാണ്. സോ നമ്മൾ എവിടേക്കാണ് ഫോഴ്സ് കൊടുക്കുക? മുകളിലേക്കാണ് അതിന് ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? താഴേക്ക് പോകും. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് വെല്ലയാണ് അത് റിലീസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലേക്കും, എന്നാൽ അത് പോകുന്നത് താഴേക്കായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. നെഗറ്റീവ് വർക്കിന് ആംഗിൾ എന്താ വരുന്നത്? 90 θ < 180. 90 വരില്ല. 90യേക്കാൾ കൂടുതലും 180 ഈക്വലോ അല്ലെങ്കിൽ 180 ആണ് അതിൻ്റെ ആംഗിൾ വരുന്നത്. സോ നമുക്ക് കോസ് തീറ്റ എന്ത് കൊടുക്കാം? 180, കോസ് 180 എന്ന് കൊടുക്കാം. കോസ് 180 എന്ന് പറഞ്ഞാൽ FS കോസ് 180. കോസ് 180 എന്താണ്? -1. കോസ് 0 1 ആണെന്ന് പറഞ്ഞു. കോസ് 180 -1 ആവും. അപ്പോൾ വർക്ക് എന്താവും? നെഗറ്റീവ് ആകും. സോ നമ്മൾ ഇക്വേഷനിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് വർക്ക് നെഗറ്റീവ് ആണെന്ന്. അതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. ഫോഴ്സ് ഓപ്പോസ് ദി മോഷൻ ഓഫ് ദി ബോഡി. ബോഡിയുടെ മോഷനെ എന്ത് ചെയ്യും? ഫോഴ്സ് ഓപ്പോസ് ചെയ്യും. നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് വേറെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോള് മുകളിലേക്ക് എറിയുന്നത്. ബോള് മുകളിലേക്ക് എറിയുമ്പോൾ ആ ബോളിൽ എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷൻ ഒരു ഫോഴ്സ് എടുത്തിട്ടുണ്ടാകും. ബട്ട് അത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷൻ കൊടുക്കുന്ന ഫോഴ്സ് ഇതും ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കും ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അതും നെഗറ്റീവ് വർക്കിനൊരു എക്സാമ്പിളാണ് വരുന്നത്. പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ അതുപോലെ പറയുകയാണെങ്കിൽ നമുക്ക് തേങ്ങ വീഴുന്നത്. തെങ്ങിൽ നിന്നും തേങ്ങ ഒക്കെ വീഴുമ്പോൾ എന്താണ്? താഴേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഗ്രാവിറ്റേഷൻ താഴേക്ക് തന്നെ വലിക്കുന്നത്.
അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. സോ നമുക്കിനി സീറോ വർക്ക്. എന്താണ് സീറോ വർക്ക്? ഇഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഫോഴ്സ് ഡൺ ബൈ ദി ഫോഴ്സ് ഇസ് സീറോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ വർക്ക് എന്ന് പറയുന്നത്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ തലയിൽ ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ സാധനങ്ങൾ ഏറ്റി പോകുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊക്കെ പണിക്ക് വരുന്ന ആളുകൾ, ജോലി ചെയ്യാൻ വരുന്ന ആളുകൾ ഇപ്പോൾ വിറകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തലയിൽ ഏറ്റി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നേരെ നടക്കും. ബട്ട് അവരോട് നിങ്ങൾ വർക്കൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാശ് തരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ചെയ്യുന്ന വർക്ക് എന്താ? സീറോ വർക്കാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് നേരെ മുന്നിലേക്കാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? നമ്മൾ നടന്നു പോവാണ് തലയിൽ വെച്ചിട്ട്. അപ്പോൾ അത് പിടിച്ചിട്ടുള്ളത് ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നടക്കുന്നതോ മുന്നോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നേരെയും ഫോഴ്സ് മുകളിലേക്കും. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അങ്ങനെയുള്ള വർക്കിന് നമ്മൾ സീറോ വർക്ക് എന്ന് പറയും. സോ അവരോട് നിങ്ങൾ വർക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സോ അങ്ങനെയുള്ളതാണ് സീറോ വർക്ക് എന്ന് പറയുന്നത്. സീറോ വർക്കിൽ എന്തായിരിക്കും? തീറ്റ 90 ആയിരിക്കും. കോസ് 90 എന്താണ്? സീറോ ആണ്. അപ്പോൾ വർക്ക് എന്താവും? സീറോ ആകും. സോ ഇതാണ് സീറോ വർക്ക്. ഇഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു സീറോ, ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഇസ് സീറോ. ഡിസ്പ്ലേസ്മെൻറ്റും സീറോ ആണെന്നുണ്ടെങ്കിൽ വർക്കും സീറോ ആകും. അതിനെന്താ എക്സാമ്പിൾ? ഇപ്പോൾ നമ്മൾ ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലും ചുമരിലൊക്കെ നമ്മൾ നല്ല ഫോഴ്സിൽ ഉന്താണ്. ബട്ട് എന്തായിരിക്കും? അതിന് നമ്മൾ തള്ളുമ്പോൾ അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവില്ല. നമ്മൾ അതിന് നല്ല ഫോഴ്സ് കൊടുത്ത് ബലം പ്രയോഗിച്ച് തള്ളാന്നല്ലാതെ അതിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ചുമര് അവിടെ നിന്ന് നീങ്ങുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള വർക്കിനെയും നമുക്ക് എന്ത് പറയാം? സീറോ വർക്ക് എന്ന് പറയാം. നമുക്ക് വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന വർക്കാണ് നോക്കുന്നത്. ഫോഴ്സ് ഡ്യൂ ടു എ സ്പ്രിങ്. വെൻ ഈ സ്പ്രിങ് ഈസ് കംപ്രസ്ഡ് ഓർ എക്സ്റ്റെൻഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ജനറേറ്റഡ്. നമ്മൾ ഒരു സ്പ്രിങ് വലിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് ചുരുക്കുക, അങ്ങനെ ആകുമ്പോൾ എന്താവും? അതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. അത് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്പ്രിങ് വലിച്ചു വിട്ടാൽ എന്ത് ചെയ്യും? അത് അതിൻ്റെ പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒന്ന് കംപ്രസ് ചെയ്യും, പിന്നെ ഒന്ന് വലിയും. അങ്ങനെ അതിൻ്റെ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അതിലുള്ളതുകൊണ്ട് തന്നെ അത് പിന്നെയും അതുപോലെ ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ ചലിക്കും. നമ്മളത് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിറകിലേക്ക് തള്ളുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വരും. അതിൻ്റെ എക്സാക്റ്റ് പൊസിഷനിൽ വരുന്നതിന് മുന്നേ അതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് യൂസ് ചെയ്ത് അതെന്ത് ചെയ്യും? മുന്നോട്ടും ബാക്കിലോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. ദ ഫോഴ്സ് ഈസ് യൂഷ്വലി പ്രൊപ്പോർഷണൽ ടു ദി കംപ്രഷൻ ഓർ ഇലോങ്ങേഷൻ. ആ നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നത്, നമ്മൾ കംപ്രസ് ചെയ്യാൻ കൊടുത്ത ഫോഴ്സ് ആണെങ്കിലും വലിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഫോഴ്സ് ആണെങ്കിലും അതെന്തായിരിക്കും? ആ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഫോഴ്സിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കൊണ്ട് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസിന് എക്സ് എന്ന് കൊടുക്കുന്നുണ്ട്, പ്രൊപ്പോർഷണാലിറ്റിക്ക് ഒരു കെ കൊടുക്കുന്നുണ്ട്, ഒരു നെഗറ്റീവ് സൈനാണ്. അതെന്താ? ഹുക്സ് ലോ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നെഗറ്റീവ് സൈൻ കിട്ടുന്നത്. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ ഹുക്സ് ലോ എന്ന് പറയുന്നത്. സ്ട്രെസ് ഈക്വൽ ടു സ്ട്രെയിൻ, അതിനെയാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. സോ ഇവിടെ കെ എന്താണ്? സ്പ്രിങ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, പവർ. നമ്മൾ ഇത്രയും നേരം എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? വർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് വർക്ക്?
ഏതൊക്കെ ടൈപ്പ് വർക്കാണ് നമ്മൾ പഠിച്ചത്? പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും സീറോ വർക്കും. എന്താണ് പോസിറ്റീവ് വർക്കെന്നും നെഗറ്റീവ് വർക്കെന്നും സീറോ വർക്കെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ എക്സാമ്പിളും അറിയണം. ഇപ്പോൾ എക്സാമിന് നമ്മളോട് ചോദിച്ചു പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ അതിനൊക്കെ ഓരോ എക്സാമ്പിളും എഴുതുക. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ കഴിയണം. എന്താണ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? FS cos θ ആണ് വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഡയമെൻഷൻ mL²T⁻²2 ജൂള് ആണ് അതിൻ്റെ SI യൂണിറ്റ് വരുന്നത്. പിന്നെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? പവർ. പവർ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എത്രത്തോളം വർക്ക് ചെയ്തു എന്നതാണ് പവർ എന്ന് പറയുന്നത്. വർക്ക് ചെയ്തതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പവർ. ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഈസ് കാൾഡ് പവർ. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ആവറേജ് പവർ നമുക്ക് എങ്ങനെ കാണാം? ടോട്ടൽ വർക്ക് ഡണ്ണിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടൈം ടേക്കൺ. എത്രത്തോളം ടൈമാണ് നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ എടുത്തത് എന്നുള്ളതിനെ ടോട്ടൽ വർക്ക് കൊണ്ട് ചെയ്ത വർക്കിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് പവർ കിട്ടും. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താ പവറിൻ്റെ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, വാട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന കറണ്ടിൻ്റെ പവറിനൊക്കെ എന്താ? വാട്ടാണ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ആണ് പവറിൻ്റെ യൂണിറ്റ്, എല്ലാവർക്കും അറിയുന്നുണ്ടാകും. പവറിൻ്റെ ഡയമെൻഷൻ എന്താ വരുന്നത്? mL²T⁻3. നമ്മൾ വർക്കിൻ്റെ ഡയമെൻഷൻ എന്താ പഠിച്ചേ? mL²T⁻2 ആണ് വർക്കിൻ്റെ ഡയമെൻഷൻ. എന്നാൽ പവറിൻ്റെ ഡയമെൻഷൻ എന്താണ്? mL²T⁻3 ആണ്. സോ ദിസ് ഈസ് ആൾ അബൌട്ട് പവർ. പവറിനെ കുറിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. പവറിനെ കുറിച്ച് അധികമൊന്നും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് പവർ എന്നും, പിന്നെ ആവറേജ് പവർ എന്താണെന്നും, പവറിൻ്റെ യൂണിറ്റ്, പിന്നെ ഡയമെൻഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എനർജി. എന്താണ് എനർജി? നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു എനർജി ഉണ്ടല്ലേ? ഇപ്പോൾ എനിക്കാണെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു എനർജി ഉണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കാൻ ഒരു എനർജി ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പോൾ എന്തായിരിക്കും എനർജി? ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. എന്താണ് എനർജി? എബിലിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായ വർക്ക് ചെയ്യാനുള്ള കഴിവ്, വർക്ക് ചെയ്യാൻ ആവശ്യമായ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി. ഇപ്പോൾ നമ്മളോട് വലിയൊരു നല്ല ഭാരമുള്ളൊരു കല്ല് പൊന്തിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് കഴിയില്ല. അപ്പം എന്താ പറയുക? നമുക്ക് അതിനുള്ള എനർജി ഇല്ല എന്ന് പറയും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? ആ വർക്ക് ചെയ്യാൻ നമുക്ക് കഴിവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല? എനർജി ഇല്ല എന്ന് പറയും. നമുക്ക് എനർജിയിലെ തന്നെ കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി നമുക്ക് പഠിക്കാനുണ്ട്. കുറേ ടൈപ്പ് എനർജീസ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. മെക്കാനിക്കൽ എനർജി. ഇറ്റ് ഈസ് ദി എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ മോഷൻ. പൊസിഷനോ മോഷനോ തമ്മിലുള്ള പൊസിഷനോ മോഷനോ മാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ദി സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. സോ നമ്മൾ എന്താണ് മെക്കാനിക്കൽ എനർജി പറഞ്ഞു? ഇതിൽ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്താണെന്ന് പറഞ്ഞു? സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി.
ഇതിൽ കൈനറ്റിക്കൽ എനർജി എന്നും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി, ഇറ്റ് ഈസ് ദി എനർജി പോസസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, അതിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനറ്റിക് എനർജി. ഒരു വസ്തുവിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ പ്രോസസ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത്. സോ നമുക്കിനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഒബ്ജെക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു പൊസിഷനിലുള്ള ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്ത എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി. മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയറും പിന്നെ മാസുമാണ് എമ്മും വിയും. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? ഒരു പൊസിഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി യു എന്നാണ് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് വർക്കും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ നമുക്ക് W കൊടുക്കാം. ഇവിടെ ഇക്വേഷനിൽ ഞാൻ 2 ഫോഴ്സ് വന്നിട്ടുണ്ട്, ഒന്ന് മതി. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഫോഴ്സ് MA ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമുക്ക് ജിയും കൊടുക്കാം, ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ G കൊടുക്കാം. പിന്നെ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഹൈറ്റാണ് എടുക്കുന്നത്, സോ H. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ എന്താ, mgh ആണ് വരുന്നത്. നമുക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗ്രാവിറ്റിക്ക് കൊടുക്കുന്ന വർക്ക്, ഗ്രാവിറ്റി എടുക്കുന്ന വർക്കിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദി ഫോഴ്സ് mg ആൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അപ്വാർഡ്. നമ്മൾ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഫോഴ്സ് mg, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg താഴെ വയ്ക്കും. നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എക്സ്ട്രാ ഒരു ഫോഴ്സ് കൊടുത്തു, മുകളിലേക്കൊരു ഫോഴ്സും കൊടുത്താൽ അതിൻ്റെ ഫിഗർ ഇതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെ mg ഗ്രാവിറ്റേഷൻ കൊടുക്കുന്ന ഫോഴ്സാണ് mg. എഫ് മുകളിലേക്കുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. ആ ഫോഴ്സിൽ നമ്മൾ കൊടുത്ത ഫോഴ്സിൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ര ഹൈറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ഹൈറ്റാണ് ഇവിടെ H എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ വർക്ക് ഈക്വൽ ടു FD cos θ. SO ഡിസ്പ്ലേസ്മെൻറ്റ് SO DO ഏത് വേണമെങ്കിലും സൂചിപ്പിക്കാം. cos θ ഇവിടെ ആംഗിൾ എത്രയാണ്, 180 ആണ്. mgയും നമ്മൾ കൊടുത്ത ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വന്നിട്ടുള്ളത്, 180 ഡിഗ്രി ആണ് വന്നിട്ടുള്ളത്. സോ എന്താണ്, FS cos θ 180 ഡിഗ്രി. 180 എന്ന് പറയുമ്പോൾ മൈനസ് നെഗറ്റീവാണ് വരുന്നത്. FS ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ വർക്കിന് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ കണ്ടു, mgh. സോ നെഗറ്റീവ് വർക്കാണ് അവിടെ വരുന്നത്, മൈനസ് mgh ആയിരിക്കും അതിൻ്റെ. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വർക്ക് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ഈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ദി സെയിം ഡയറക്ഷൻ. നമ്മൾ അതിൻ്റെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വർക്ക് പോസിറ്റീവ് വർക്കായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. സോ ഈ ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുകളിലുള്ള H എന്ന ഹൈറ്റിലുള്ള വസ്തു എന്താണ്, ഗ്രാവിറ്റേഷന് നേരെയാണ് വരുന്നത്. അപ്പോൾ mg താഴേക്കാണ് mgയും വരുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കാണ്. സോ അത് രണ്ടും സെയിം ആയി ഡയറക്ഷനിലാണ് വരുന്നത്.
സോ വർക്ക് എന്ത് ചെയ്യും, എഫ് ഡി കോസ് 0 എന്താകും, എം എച്ച് ജി. നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് വർക്കാണെങ്കിൽ എം എച്ച് ജി എന്ന് പറയാം. ഈ ഫിഗറിൽ നോക്കി അത് മനസ്സിലാകും. ഇനി നമുക്ക് വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം? The work done by the resultant of all forces acting on a body is equal to the change in kinetic energy of the body. വർക്ക് എനർജി തിയറി എന്താണ് പറയുന്നത്? നമ്മൾ ഒരു ബോഡിയിൽ ചെയ്ത വർക്കിൻ്റെ റിസൾട്ടൻ്റ്, എല്ലാ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്? ചേഞ്ചിങ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഒരു ബോഡിയിൽ നമ്മൾ കൊടുത്ത എല്ലാ ഫോഴ്സിൻ്റെയും, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബോഡിയിൽ കൊടുത്ത എല്ലാ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് എന്തിന് ഈക്വലാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ് എന്നാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. നമുക്ക് വർക്ക് എനർജി തിയറം ഒന്നുകൂടെ നോക്കാം. ദ വർക്ക് ഡൺ ബൈ ദി റിസൾട്ടൻ്റ് ഓഫ് ആൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ദി ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി. നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് നോക്കാം. The total energy of a system, isolated system, remains constant. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് മീൻസ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? എനർജി ക്രിയേറ്റ് ചെയ്യുന്നില്ല, പോകുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യുന്നുമില്ല എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മളോട് പറയുന്നത്. എന്താണ്? ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. സോ നമുക്കിനി ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കൊളീഷൻ. എന്താണ് ഒരു കൊളീഷൻ എന്ന് പറഞ്ഞാൽ? കൊളീഷൻ പറഞ്ഞാൽ എന്താ? കൂട്ടിയിടിക്കുക. എന്താണ്? രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കൊളീഷൻ ഉണ്ടാകുന്നത്. A collision is an isolated event in which two or more bodies exert strong forces on each other for a short time. എന്താണ് കൊളീഷൻ? അതൊരു ഐസൊലേറ്റഡ് ഇവൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? രണ്ടോ അതിലധികമോ ബോഡീസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സിൽ ഒരു ചെറിയ ടൈമിന് കൂട്ടിയിടിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കോട്ടിയൊക്കെ നമ്മൾ എടുത്തിട്ട് അതെന്ത് ചെയ്യും? അത് രണ്ടും കൂട്ടി മുട്ടും. നല്ല ഫോഴ്സിലാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടി മറ്റേ കോട്ടിലേക്ക് നല്ല ഫോഴ്സിൽ കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടും എന്ത് ചെയ്യും? കൂട്ടിയിടിച്ച് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൊളീഷൻ എന്ന് പറയുന്നത്. ആ ഒരു കൂട്ടിയിടി എന്തായിരിക്കും? ഒരു വളരെ ചെറിയ ടൈമിലായിരിക്കും ആ കൂട്ടിയിടി സംഭവിക്കുന്നത്. രണ്ടും കൂട്ടിയിടിച്ച് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് കൊളീഷനാണ് പഠിക്കാനുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഈ രണ്ട് ടൈപ്സ് ഓഫ് കൊളീഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇഫ് ദി ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് during collision, the collision is said to be elastic. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്? നമ്മൾ കൊളീഷൻ നടക്കുമ്പോൾ ടോട്ടൽ എനർജി കൺസേർവ് ആവുകയാണെന്നുണ്ടെങ്കിൽ, കൺസേർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. ഇപ്പോൾ രണ്ട് ബോഡി തമ്മിൽ കൂട്ടിയിടിച്ചു, അപ്പോൾ അതിൻ്റെ മൊത്തം എനർജി ഒന്നും ലോസ് ആയിട്ടില്ല, എനർജി ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് രണ്ടും കൂട്ടിയിടിച്ച് അതിൻ്റെ രണ്ടിൻ്റെ എനർജി അതിന് തന്നെ ഉണ്ട്, അതൊന്നും നഷ്ടപ്പെടാതെ എനർജി എല്ലാം സംരക്ഷിച്ച് വെക്കുന്ന ടൈപ്പ് കൊളീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. മൊമെൻ്റ് എന്തായിരിക്കും? ആൾസോ കൺസേർവ്ഡ് ആയിരിക്കും. മൊമെൻ്റത്തിന് ഒരു മാറ്റവും വരില്ല, മൊമെൻ്റം സെയിം ആയിരിക്കും. അതിൻ്റെ എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള കൊളീഷൻസ് ആണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്.
ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ വെൻ ടു bodies colliding stick together after the collision and move as one single unit, it is termed as perfectly inelastic collision. രണ്ട് കൊളൈഡിങ് കൂട്ടിയിടിച്ചിരിക്കുന്ന കൊളൈഡായിട്ടുള്ള കൂട്ടിച്ചേർന്ന രണ്ട് ബോഡീസ് എന്ത് ചെയ്യും, ഒരുമിച്ച് ചെന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളീഷന് ശേഷം രണ്ടും മൂവ് ചെയ്യൂലേ, സിംഗിളായിട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ രണ്ട് കോട്ടി നമ്മൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അതിലേക്ക് ഒന്ന് ഫോഴ്സിൽ ഒരു കോട്ടിയാണ് അടിച്ചാൽ എന്താവും, രണ്ടും മൂവ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് കൊളീഷൻസ് എന്ന പാർട്ട്. എന്താണ് കൊളീഷൻസ് എന്നും 2 ടൈപ്പ് ഓഫ് കൊളീഷൻസ് ഏതൊക്കെയാണൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൊളീഷൻസ് എന്താണ്, കൂട്ടിയിടിക്കലാണ്. രണ്ട് ബോഡീസ് തമ്മിൽ സ്ട്രോങ് ആയിട്ട് ഷോർട്ട് ടൈമിൽ കൂട്ടിയിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളീഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് കൊളീഷൻ നമ്മൾ പഠിച്ചു, ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചു. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ് പറയുന്നത്. പിന്നെ വർക്ക് എനർജി തിയറം പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് വർക്ക് എന്താ, എനർജി എന്താ, പവർ എന്താ, ഈ 3 കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ എനർജി, ഓരോ ടൈപ്സ് ഓഫ് എനർജി നമ്മൾ പഠിച്ചു. പിന്നെ പവർ പഠിച്ചു. പവറിലധികം ഒന്നും പഠിക്കാനില്ല. എന്താണ് പവർ എന്നും അതിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ, പിന്നെ ആവറേജ് പവർ കാണാനുള്ള ഇക്വേഷൻ, അതൊക്കെ പഠിച്ചാൽ മതി. പിന്നെ വർക്ക് പഠിച്ചു. വർക്ക് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, ഇങ്ങനെയുള്ള വർക്ക്സൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് വർക്ക്, ഏതൊക്കെ ടൈപ്പ് വർക്കാണുള്ളത്, എനർജി എന്താണ്, ടൈപ്സ് ഓഫ് എനർജി, പിന്നെ പവർ, പിന്നെ ലാസ്റ്റ് വരുന്ന കൊളീഷൻ. ഇത്രയുള്ളൂ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊഡ്യൂൾ ഫസ്റ്റിൽ ആകെ 2 ചാപ്റ്റേഴ്സാണ്. അതിൽ നിന്നും നമുക്ക് എത്ര മാർക്കാണ് പബ്ലിക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്, 14 മാർക്സ് ആണ് വരുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. 2 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് എന്താ ചെയ്യുക, 14 മാർക്സ് കിട്ടി. 14 മാർക്സ് ഔട്ട് ഓഫ് 80ൽ 14 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.